ഓം കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. പ്രിയപ്പെട്ടവരെ, സ്വർഗവാതിൽ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുമ്പോൾ വിഷ്ണു കൃഷ്ണ ഭക്തർക്കെല്ലാം ആനന്ദദായകമായിട്ടുള്ള ഒരു ദിവസമാണ്. കാര്യം, സ്വർഗത്തിന്റെ കവാടങ്ങൾ അടയ്ക്കാതെ കിടക്കുന്ന ഒരു കാലക്രമത്തെയാണ് സ്വർഗവാതിൽ ഏകാദശി എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ ദിവസം ചെയ്യുന്ന പ്രാർത്ഥനകളും പൂജകളും വ്രതങ്ങളും എല്ലാം ഭഗവത് സന്നിധിയിലേക്ക് നേരിട്ട് തന്നെ എത്തിച്ചേരുന്നു. ഒരു ഇടതടവില്ല. മറ്റുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ ഭക്തിയിലൊക്കെ ചെറിയ ചെറിയ കുറവൊക്കെ വരുമ്പോൾ അത് എത്തിച്ചേരാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഒരു ഭക്തൻ നല്ല വ്രതത്തോടുകൂടി നല്ല മനഃശുദ്ധിയോടുകൂടി ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം മന്ത്രജപം നടത്തിയാൽ, അതുപോലെ വ്രതം അനുഷ്ഠിച്ചാൽ, അവൻ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ ആ ഗുണങ്ങൾ, അവൻ്റെ ഗുണങ്ങൾ അവിടെ ഭഗവാനിലേക്ക് എത്തിച്ചേരുകയും ഭഗവാൻ അത് പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ സ്വർഗവാതിൽ ഏകാദശി വ്രതം ഗുരുവായൂർ ഏകാദശി വ്രതം കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഈ ദിവസം നമ്മൾ വൈകുണ്ഠ ഏകാദശി എന്നുള്ള രീതിയിലും ആചരിക്കാറുണ്ട്. ഈ ദിവസം ഏറ്റവും മനോഹരമായി മാറുന്നത് ഒരാളുടെ ജീവിത അവസാനം ഉണ്ടാകുന്നവർക്ക് ഈ ടൈമിൽ വൈകുണ്ഠ പ്രവേശം ഉണ്ടാവുന്നതാണ്. അതായത് ഒരു വ്യക്തി തൻ്റെ ആയുഷ്കാലം പൂർത്തിയാക്കി വാർദ്ധക്യ സമയത്ത് അയാൾ ഈ ദിവസം വൈകുണ്ഠ ഏകാദശി ദിവസം മരണമടഞ്ഞു കഴിഞ്ഞാൽ ആ വിഷ്ണുപാദത്തിലേക്ക് നേരിട്ട് ചെല്ലാനുള്ള യോഗ്യത നേടിയെടുക്കുന്നു എന്നാണ് അർത്ഥം. മറ്റൊരു സമയത്തും അങ്ങനെ പെട്ടെന്ന് വിഷ്ണുപാദത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. പക്ഷെ അതിനെന്താണ്, ആയുർദൈർഘ്യം പൂർത്തീകരിച്ച് അങ്ങനെ തന്നെ ചെന്ന് ചേരണമെന്നാണ്. അപ്പൊ ഈ വൈകുണ്ഠ ഏകാദശി ദിവസം വ്രതം എടുക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഓരോ വർഷവും വൈകുണ്ഠ ഏകാദശി വ്രതം, സ്വർഗവാതിലെ ഏകാദശി വ്രതം എടുത്ത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ, കൃഷ്ണക്ഷേത്രങ്ങളിലൊക്കെ പോയി സന്ദർശിച്ച് പുണ്യം നേടിയെടുക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അപ്പൊ ഈ വർഷം എത്തിയപ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഏത് ദിവസമാണ് സ്വർഗവാതിലെ ഏകാദശി കൈക്കൊള്ളേണ്ടത്? മുൻ പല വർഷങ്ങളിലും ഇങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ട്. കാര്യം, തിഥിയെ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ 30-ാം തീയതി രാവിലെ 7:50 തുടങ്ങി 31-ാം തീയതി രാവിലെ 5 മണിയോടുകൂടി ഏകാദശി തീരുകയാണ്. അപ്പോൾ പകൽ നാഴിക കൂടുതലായിട്ട് വരുന്നത് 30-ാം തീയതിയാണ്. അപ്പൊ നാഴിക കൂടുതലുള്ളപ്പം ആ ദിവസത്തെ നമുക്ക് തിഥിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പരിഗണിക്കാമല്ലോ. പക്ഷെ ഏകാദശിയുടെ വ്രത നിയമത്തില് ഒരു കാര്യം പറയുന്നുണ്ട്. ദശമി പുലർച്ചെ ഉള്ള ദിവസം നമുക്ക് വ്രതം കൈക്കൊള്ളാൻ പാടില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഏകാദശിയിൽ തന്നെ സൂര്യോദയം വരണമെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ദശമിയിൽ ആണ് 30-ാം തീയതി ഉദയം വന്നിട്ടുള്ളത്. 7:50 വരെ ദശമിയാണല്ലോ. അവിടെ തൊട്ടാണ് പിന്നീട് ഏകാദശി ആരംഭിക്കുന്നത്. പുലർച്ചെ 5 മണി വരെ 31-ാം തീയതി. അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. പൂർണ്ണമായ സൂര്യോദയം തട്ടിയിട്ടല്ല ആ ഏകാദശി തീരുന്നത്. അതാണ് പലപ്പോഴും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ വ്രതം എടുക്കുന്നവരെ ഇത് സാരമായി കുഴയ്ക്കുന്നുണ്ട്. കാര്യം, ചില ക്ഷേത്രങ്ങളിൽ 30-ാം തീയതിയാണല്ലോ ഉത്സവങ്ങളും മറ്റും വെച്ചിരിക്കണം, ഏകാദശി ഉത്സവങ്ങൾ. അതിന് കാരണമുണ്ട്. അവർ ആ ക്ഷേത്രത്തിൽ പകൽ നാഴിക കൂടുതലുള്ള രീതിയിലാണ് ആചരിച്ചു പോരുന്നത്. മറ്റൊന്നുള്ളത്, ദ്വാദശിക്ക് അവർക്ക് പ്രത്യേക പൂജാ വഴിപാടുകളൊക്കെ ഉണ്ട്. ഉദാഹരണം, ദ്വാദശി സദ്യ, ദ്വാദശി പണം സമർപ്പിക്കൽ, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളുള്ളവർക്ക് ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശിയിൽ തന്നെ ഇവ നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഉള്ളവർ ആ ക്ഷേത്രത്തിലെ ഏകാദശി എന്നുള്ള രീതിയിലായിരിക്കും ആ ഏകാദശിയെ കൈക്കൊള്ളുക. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്നറിയപ്പെടും പോലെ, അപ്പൊ അവിടുത്തെ നിയമങ്ങളെല്ലാം ആ ഗുരുവായൂർ ക്ഷേത്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇവിടെ ഇപ്പൊ ഈ സ്വർഗവാതിലെ ഏകാദശിക്കും ദ്വാദശിയിലെ വിശേഷാലായിട്ടുള്ള പൂജാ വഴിപാടുകൾ ഉള്ള ക്ഷേത്രങ്ങളിൽ അവിടുത്തെ വിശ്വാസികളെല്ലാം 30-ാം തീയതി തന്നെ അവർ വ്രതം എടുക്കും. കാര്യം, 31-ാം തീയതി ഈ വ്രത പൂർത്തീകരണത്തിന് ശേഷം മാത്രമേ അവർക്ക് ദ്വാദശിയിലുള്ള ചടങ്ങുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ കൺഫ്യൂഷൻ വന്നത്, 30-ഓ 31-ഓ എന്നുള്ളത്. അല്ലാതെ പ്രത്യേക ക്ഷേത്രജമല്ലാത്ത രീതിയിൽ ബഹുഭൂരിപക്ഷം പേരും എടുക്കുന്നത് 31-ാം തീയതി ഉള്ള വ്രതമാണ്. അപ്പോൾ അവിടെയും ചോദിക്കും, ഈ ഏകാദശിയിൽ വ്രതം അനുഷ്ഠിച്ച് ദ്വാദശിയിൽ തീർത്ഥം സേവിച്ചാണല്ലോ നമ്മൾ വ്രതം മുറിക്കേണ്ടത് എന്നുള്ളത്. അത് ഏകാദശിയുടെ പിറ്റേ ദിവസം ദ്വാദശി വരുന്നത് കൊണ്ട് മാത്രമാണെന്നുള്ളതാണ് സ്വർഗവാതിൽ ഏകാദശിയുടെ നിയമം. ഏകാദശി വ്രതമെടുത്ത് പിറ്റേ ദിവസം എന്നുള്ളതാണ് പൂർണ്ണത. അതായത് ഒരു 24 മണിക്കൂർ കടന്ന് പിറ്റേ ദിവസം വരുന്ന സമയം. അതായത് നമ്മൾ 31-ാം തീയതിയാണ് വ്രതം എടുക്കുന്നതെങ്കിൽ 31-ാം തീയതി പൂർത്തീകരിച്ച്
പിറ്റേ ദിവസം 1-ാം തീയതി നമ്മൾ വ്യാഴാഴ്ച ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോയോ വീട്ടിലോ തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം മുറിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. പക്ഷെ എന്നുണ്ട് ഉത്സവങ്ങൾ, ക്ഷേത്ര ഉത്സവങ്ങളുമായിട്ട് വരുന്ന വ്രതം അത് ആ ക്ഷേത്രത്തിലെ സ്വർഗവാതിലെ ഏകാദശി ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഈ ക്ഷേത്രത്തിൽ 30-ാം തീയതിയാണ് ഏകാദശി വ്രതം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങൾ 30-ാം തീയതി വ്രതം എടുക്കണ്ടേ, 31-ാം തീയതി തൊട്ടാണോ ഞങ്ങൾ വ്രതം എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അത് ക്ഷേത്രജമായ വ്രതമാണ്. നിങ്ങൾ ആ ക്ഷേത്ര വിശ്വാസികളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് നമ്മൾ സ്വതന്ത്രമായിട്ട് സ്വർഗവാതിലെ ഏകാദശി എടുക്കുന്നവർക്ക് 31-ാം തീയതിയാണ് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നത്. കാര്യം ബ്രാഹ്മമുഹൂർത്ത സമയത്ത് സ്വർഗവാതിലെ ഏകാദശി ഇവിടെ കടക്കുന്നുണ്ട്. പക്ഷേ സൂര്യോദയം പൂർണ്ണമായിട്ടിത് തട്ടുന്നില്ല എന്നൊരു പരാതി വരുമ്പോൾ ബ്രഹ്മമുഹൂർത്തം ഉണർവിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ രാത്രി കാലയളവിൽ, ഭൂരിപക്ഷ രാത്രി കാലയളവിൽ ഏകാദശി ഉണ്ട് എന്നുള്ളത് കൊണ്ട് 31-ാം തീയതിയെ നമുക്ക് കൂടുതലായിട്ട് പരിഗണിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 31-ാം തീയതി നമ്മൾ സാമാന്യമായിട്ടുള്ള വ്രതം എടുത്തിട്ട് 1-ാം തീയതി രാവിലെ വ്രതം മുറിക്കുന്നത് ഗുണകരമായിട്ടുള്ള കാര്യമായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാൽ 30-ാം തീയതി ക്ഷേത്രജമല്ലാതെ വ്രതം എടുക്കുന്നവർ അത് ചിലപ്പോൾ ദ്വാദശിയുമായിട്ട് ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ അത്ര ഗുണകരമായിട്ട് കാണപ്പെടില്ല എന്നുള്ളതാണ്. വലിയ ദോഷമാണ് എന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തുന്ന കഥകളും ചില പ്രമാണങ്ങൾ, ശ്ലോകങ്ങളൊക്കെ ഉച്ചരിച്ച് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വ്രതം എടുക്കുന്നവർക്കത് വളരെ കൺഫ്യൂഷനും സൃഷ്ടിക്കുന്നുണ്ട്. പരമാവധി ഭക്തർ എന്ന് പറയുന്നവരെ ഭയപ്പെടുത്താതിരിക്കാൻ ആചാര്യന്മാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിലേക്കാണ് വരേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഐതിഹ്യത്തിനെ കുറിച്ചും വ്രതത്തെക്കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ, ഇവിടെ നടക്കുന്ന വിശേഷ പൂജാ പ്രാർത്ഥനകളിൽ കൂടെ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുക്കുക. അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു. കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ 31/12/2025 വ്രതമെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു. 30-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11:43 മുതൽ ബുധനാഴ്ച പകൽ 10:18 വരെയാണ് ഹരിവരാസര സമയം. ഏകാദശി ദിവസം തലേ ദിവസം തന്നെ നമ്മൾ വ്രതം തുടങ്ങാറുണ്ട്. അപ്പോൾ തലേ ദിവസം ഒരിക്കലൂണ് എന്നുള്ള സമ്പ്രദായത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഏകാദശി ദിവസം പരിപൂർണമായിട്ട് ആഹാരങ്ങൾ ഒഴിവാക്കുന്ന രീതിയാണ് പൊതുവിലുള്ളത്. തലേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം, കൃഷ്ണക്ഷേത്ര ദർശനമൊക്കെ നടത്തി നന്നായിട്ട് പ്രാർത്ഥിച്ച് ജപപുണ്യം വരുത്തണം. തലേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന മന്ത്രങ്ങൾ, ധ്യാനങ്ങൾ എല്ലാം ചെയ്യാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന ഏറെ ഉത്തമ. ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് അതും ആകാം. ഇത്തവണ അതിരാവിലെ തന്നെ എഴുന്നേൽക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാര്യം രാവിലെയാണ് ഏകാദശി തുടങ്ങുന്നത്. ആ സമയത്ത് നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് വിഷ്ണു കീർത്തനങ്ങൾ, പ്രാർത്ഥനകളൊക്കെ നടത്തി വ്രതം പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, ജപങ്ങൾ എല്ലാം ചെയ്യണം. അന്ന് കഴിവതും രാവിലെ ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ തീർത്ഥം സേവിക്കരുത്. നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ്, നമുക്ക് വ്രതം മുറിക്കുന്ന സമയത്താണ് നമ്മൾ തീർത്ഥം സേവിക്കേണ്ടത്. പകൽ സമയത്ത് ഭക്ഷ്യവസ്തുക്കളൊന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ്വാദശി ഉത്സവം നടക്കുന്നിടത്ത് അന്നദാനമൊക്കെ കിട്ടും. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഫുഡല്ലേ എന്ന് വിചാരിച്ച് ചിലർ മേടിച്ച് പ്രസാദമായിട്ട് കഴിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ ഒന്ന് ശ്രദ്ധിക്കുക,
ഈ തിഥിയിലെ മാറ്റം വളരെ ഭക്തർക്ക് കൺഫ്യൂഷൻ സൃഷ്ടിക്കാറുണ്ട്. ആ സമയത്ത് ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാറില്ല. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഫലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാമെന്നുള്ളതാണ്. ആരോഗ്യസ്ഥിതി തീരെ മോശമായിട്ടുള്ളവർ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് വിരോധം പറയുന്നില്ല. അത്രയും കുറച്ചിട്ടാണെങ്കിലും അവർക്ക് ആ പുണ്യം കിട്ടുമല്ലോ എന്നുള്ളതേ ഞാൻ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ. ഈ ദിവസം പകലുറക്കം പാടില്ലാത്തതാണ്. വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. വീട്ടിലിരുന്ന് നന്നായിട്ട് ജപം നടത്തണം. വെളുത്ത വസ്ത്രമോ മഞ്ഞ വസ്ത്രമോ ധരിക്കുന്നത് ഈ ദിവസം ഏറെ ഉത്തമമായിരിക്കും. ഈ ദിവസം തലയിൽ എണ്ണ തേച്ചിട്ടുള്ള കുളി ഒഴിവാക്കേണ്ടതാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകാതെ എന്തെങ്കിലും ഫലവർഗ്ഗങ്ങളോ വെണ്ണ, നെയ്യ് അങ്ങനെയൊക്കെയുള്ള കൊണ്ടുവന്ന് സമർപ്പണം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. കൃഷ്ണന്റെയോ വിഷ്ണുവിൻ്റെയോ അഷ്ടോത്തരം, സഹസ്രനാമം ഇവയൊക്കെ ജപിക്കുന്നത് ഗുണകരമായിരിക്കും. ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഏതാനും ഭക്തരെയൊക്കെ കൂട്ടിയിരുന്ന് അവിടെ ഇരുന്ന് ജപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ്. ഹരിവരാസന സമയത്ത് നമ്മൾ വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയെങ്കിൽ ആ പുണ്യത്തിനെ പൂർണ്ണമായ തോതിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. ആ സമയത്ത് വളരെ കഠിനതരമായിട്ടുള്ള വ്രതനിഷ്ഠകൾ പാലിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ 1-ാം തീയതി രാവിലെ നമുക്ക് വ്രതം രാവിലെ തന്നെ പൂർത്തീകരിക്കാം. പാർണ വീടുക എന്നാണ് ഇത് പറയുന്നത്. മലരും തുളസിയിലയിട്ട ജലം സേവിക്കുക, തുളസിയില മാത്രം ഇട്ട ജലം സേവിക്കുക, പച്ചരിയും തുളസിയിലയിട്ട ജലം സേവിക്കുക, പുണ്യാഹതീർത്ഥം സേവിക്കുക. ഇങ്ങനെയൊക്കെ വ്രതം മുറിക്കുന്ന രീതികളുണ്ട്. ഭോക്ഷ്യേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്നുള്ള മന്ത്രമാണ് നമ്മൾ ജപിച്ച് ഈ മലര് ഇട്ട തീർത്ഥം കുടിക്കേണ്ടത്. ഭഗവാനെ പുണ്ടരീകാക്ഷ, ഞാൻ പാർണ വീടാൻ പോകുന്നു, അങ്ങ് എനിക്ക് തുണയായി നിൽക്കണം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അങ്ങനെ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് സത്വഗുണത്തിൽ ശരീരത്തെ നിലനിർത്തി നമ്മൾ ആ വ്രതം പൂർത്തീകരിച്ച് ഏകാദശി വ്രതം എടുത്തതിൻ്റെ പിറ്റേ ദിവസം വ്രതം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഈ രീതി. അപ്പോൾ ഈ വർഷം ചിലർക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ആ ഏകാദശി ദിവസം ഉത്സവം തലേ ദിവസമായിരുന്നു, ഞാൻ പിറ്റേ ദിവസമാണ് വ്രതം എടുക്കാൻ പോകുന്നതെന്ന് എന്നുള്ള രീതിയിലൊക്കെ ചില കൺഫ്യൂഷൻ വരും. നിങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകളിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ ക്ഷേത്ര ഉത്സവമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായിട്ടല്ല വരുന്നത്. അത് ആ ക്ഷേത്രത്തിൻ്റെ രീതിയിൽ അത് ശരി തന്നെയാണ്. പക്ഷെ അല്ലാതെ കേവലമായിട്ട് നിങ്ങളൊരു വ്രതം എടുക്കുന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് 31-ാം തീയതി എടുക്കാവുന്നതാണ്. അത് ഏറ്റവും ഗുണകരമായിട്ട് കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇവയൊക്കെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.